ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ഇത്ര കോടി ജനങ്ങൾ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുന്ന ഒരു രാജ്യം ഈ ലോകത്ത് വേറെയില്ല. ദ ബിഗസ്റ്റ് ആൻഡ് ദ ഗ്രേറ്റസ്റ്റ് ഡെമോക്രസി ഇൻ ദ വേൾഡ്. ആ ഡെമോക്രസിയിൽ, ആ രാജ്യത്ത്, ഇന്ത്യ രാജ്യത്ത് ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷന്റെ അവസ്ഥ എന്താണ്? ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ്, നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വതന്ത്രവും നിഷ്പക്ഷവുമായ ഇലക്ഷൻസ്. ഇന്ത്യൻ ജനാധിപത്യം ഇത്രയും കാലം പിടിച്ചു നിന്നത് ഇതുകൊണ്ടായിരുന്നു. തൊട്ടടുത്ത് നമ്മളോട് വേർപിരിഞ്ഞു പോയി സ്വതന്ത്ര രാഷ്ട്രമായ പാകിസ്ഥാനിലെ ജനാധിപത്യത്തിൻ്റെ അവസ്ഥ നമുക്കിപ്പോൾ അറിയാം. അവിടെ ജനാധിപത്യമുണ്ടോ? മറ്റു തൊട്ട് അയൽ രാജ്യങ്ങൾ നോക്കുക, അവിടെയൊക്കെ ഒരു നെടുന്തൂണായിട്ട് തലയുയർത്തി നിൽക്കുന്ന ഇന്ത്യൻ ജനാധിപത്യത്തെയാണ് നമ്മൾ കണ്ടത്. ഇപ്പം എന്താ അവസ്ഥ? നരേന്ദ്രമോദി ഗവൺമെൻറ് വന്നതിന് ശേഷം ജനാധിപത്യ സംവിധാനങ്ങളെ എങ്ങനെ ആജ്ഞാനുവർത്തി സംവിധാനങ്ങളായിട്ട് മാറ്റാം എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇപ്പം എന്താ അവസ്ഥ? ലോക്സഭ ഇലക്ഷൻ പടിവാതിൽക്കൽ. അത് നടത്താൻ അടിയന്തര നടപടികൾ, തയ്യാറെടുപ്പുകളൊക്കെ ചെയ്യേണ്ടുന്ന ഇലക്ഷൻ കമ്മീഷൻ ഒരു വലിയ പ്രസ്ഥാനമാണ്, ഒരു വലിയ സ്ഥാപനമാണ്. അതിൻ്റെ തലപ്പത്തെ അവസ്ഥ ഇപ്പം എന്താണ്? 3 ഇലക്ഷൻ കമ്മീഷണർമാരാണ് നമുക്കുള്ളത് ഈ പറയുന്ന നിയമപ്രകാരം, പുതുക്കിയ നിയമപ്രകാരം. മുമ്പ് ഒരു കമ്മീഷണറെ ഉണ്ടായിരുന്നുള്ളൂ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ മാത്രം, കോൺഗ്രസ് ഭരണകാലത്ത്. ആ സിംഗിൾ ഇലക്ഷൻ കമ്മീഷണർ ഇലക്ഷൻ രംഗത്ത്, തെരഞ്ഞെടുപ്പ് രംഗത്ത് അഴിമതിയും സ്വജനപക്ഷപാതവും ഒക്കെ ഇല്ലാതാക്കാൻ നടത്തിയ ശ്രമങ്ങളിലൂടെയാണ് ഇവിടെ ഏറ്റവും വലിയ ഇലക്ഷൻ കമ്മീഷൻ പരിഷ്കരണങ്ങൾ നടന്നത്. അതിൻ്റെ തലപ്പത്തിരുന്ന ചീഫ് ഇലക്ഷൻ കമ്മീഷണർ TN ശേഷനെ നമ്മൾ എപ്പോഴും ഓർക്കുക. ഇലക്ഷൻ കമ്മീഷണറുടെ അധികാരം എന്താണെന്നും എങ്ങനെ മര്യാദയ്ക്ക് ഇലക്ഷൻ ഒരു പ്രീതിയോ സ്വാധീനമോ ഇല്ലാതെ ഭരിക്കുന്ന പാർട്ടിയുടെ, റൂളിംഗ് പാർട്ടിയുടെ ഇടപെടലോ ഇല്ലാതെ നടത്താൻ പറ്റുമെന്ന് തെളിയിച്ച ആളായിരുന്നു TN ശേഷൻ എന്ന മലയാളി IAS ഉദ്യോഗസ്ഥൻ. അപ്പൊ അദ്ദേഹം അവസാനം ഒരു ഏകാധിപതി പോലെ ആകുന്നു എന്ന് പറഞ്ഞിട്ടാണ് കോൺഗ്രസ് ഗവൺമെന്റ് തന്നെ ഇലക്ഷൻ കമ്മീഷനെ ശേഷന് മൂക്കേറിടാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷനെ പാർലമെന്റിൽ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നിട്ട് പാസ്സാക്കിയിട്ട് 3 അംഗ കമ്മീഷനെ ഉണ്ടാക്കി വെച്ചത്. കുറെ കൂടെ സുതാര്യവും നിഷ്പക്ഷവും ആകണം എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ എന്തായി? എന്തുദ്ദേശത്തോടെ കൊണ്ടുവന്നോ ആ സതുദ്ദേശം ഇല്ലാണ്ടാക്കുന്ന ഒരു പ്രസ്ഥാനമാക്കി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ നമ്മുടെ മോദി സർക്കാർ എത്തിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 കമ്മീഷണർമാരും അടങ്ങുന്ന 3 അംഗ കമ്മീഷനാണ് ഇപ്പം നിലവിലുള്ളത്. പക്ഷെ അതിൽ 2 ഒഴിവായി കിടക്കുകയാണ്. ഫലത്തിൽ ഇപ്പോൾ ഒരു ചീഫ് കമ്മീഷണർ മാത്രമേ ഉള്ളൂ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ മാത്രമേ ഉള്ളൂ. സുതാര്യം, ശക്തിപ്പെടുത്തൽ ജനാധിപത്യത്തെ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന ഇതിന് നിർജീവമാക്കിയത് ആരാണ്? ഈ 3 അംഗ കമ്മീഷണർമാരിൽ ഒരാള് മാസങ്ങൾക്ക് മുമ്പ് റിട്ടയർ ചെയ്തു പോയി മാസങ്ങളായിട്ടും ആ ഒഴിവിൽ പുതിയ കമ്മീഷണറെ നിയമിച്ചിട്ടില്ല. ഒന്നത്, ഒരു താല്പര്യം അതിൻ്റെ അകത്ത് നരേന്ദ്രമോദി സർക്കാർ കാണിച്ചില്ല, സമയമുണ്ടായിരുന്നു. 2, ഇപ്പോൾ ഒരാൾ പെട്ടെന്ന് രാജിവെച്ചിരിക്കുന്നു. അരുൺ ഗോയൽ. അദ്ദേഹം അടുത്ത കാലത്താണ് കമ്മീഷണർ ആയത്. അദ്ദേഹത്തിന് 2-3 വർഷം കാലാവധി ബാക്കിയുണ്ട്. ഇപ്പം അദ്ദേഹം എന്തിനാ പെട്ടെന്ന് രാജിവെച്ചത്? ഒരു മുന്നറിയിപ്പും ഇല്ലാതെ രാജിവെച്ചതിൻ്റെ കാരണം അധികാരികളോ ഗവൺമെന്റോ ഇലക്ഷൻ കമ്മീഷനോ വെളിപ്പെടുത്തുന്നില്ല. രാഷ്ട്രീയ പാർട്ടികൾ, പ്രതിപക്ഷ പാർട്ടികൾ ചോദ്യം ഉന്നയിക്കുന്നു, എന്തുകൊണ്ട് അരുൺ ഗോയൽ റിസൈൻ ചെയ്തു പോയി? എന്താണ് കാരണം? പിന്നാമ്പുറത്ത് പല കഥകൾ കേൾക്കുന്നു, പക്ഷെ വ്യക്തമായ ഒരു വിശദീകരണം ഇതുവരെ വന്നിട്ടില്ല. അരുൺ ഗോയൽ പറയുന്നത് വ്യക്തിപരമായ കാരണം കൊണ്ട് ഞാൻ രാജിവെച്ച് പോകുന്നു. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളില്ല, അദ്ദേഹത്തിന് കാലാവധി ഇനിയും ബാക്കിയുണ്ടായിരുന്നു. പെട്ടെന്ന് ഒറ്റയടിക്ക് രാജിവെച്ചിട്ട് ആ രാജി പെട്ടെന്ന് തന്നെ രാഷ്ട്രപതി സ്വീകരിച്ചിട്ട് ഇപ്പോൾ ഇലക്ഷൻ ഡേറ്റ് ഉടനെ പ്രഖ്യാപിക്കണം. അതിനു മുമ്പ് ഫുൾ കോറം കമ്മീഷൻ വേണ്ടേ? ഈ ഒരാൾ മാത്രം മതിയോ നിയമപ്രകാരം? 2 പേരെ നിയമിക്കണ്ടേ അഡീഷണൽ? അപ്പം അതിനിപ്പോൾ സെർച്ച് കമ്മിറ്റിയെ വെച്ചു. പെട്ടെന്ന് ഈ രാജി പെട്ടെന്ന് സ്വീകരിച്ചു അരുൺ ഗോയലിന്റെ. അതെന്തിനാണ് സ്വീകരിച്ചത് ഇത്ര പെട്ടെന്ന്? കാരണം
നേരത്തെ രാജിവെച്ചവരുടെ രാജിയൊക്കെ സ്വീകരിക്കാനും വൈകിട്ടുണ്ട്, ഒത്തിരി വൈകിട്ടുണ്ട്. ചരിത്രം അതാണ്, നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ റെക്കോർഡ് അതാണ്. അപ്പൊ അരുൺ ഗോയലിന്റെ രാജി പെട്ടെന്ന് ഇങ്ങനെ സ്വീകരിച്ചു, രാഷ്ട്രപതി ഒപ്പിട്ടു, അംഗീകരിച്ചു. പുതിയ ആളെ കണ്ടെത്താൻ, രണ്ടുപേരെ കണ്ടെത്തുന്ന സെർച്ച് കമ്മിറ്റി, ആ നടപടികൾ ഉടനെ പെട്ടെന്ന് നടക്കുമെന്ന് പ്രതീക്ഷിക്കുക. ഈ വരുന്ന രണ്ടുപേരാരായിരിക്കും? ഞങ്ങൾ പറയാം, അത് നരേന്ദ്രമോദി സർക്കാരിന്റെ ആജ്ഞാനുവർത്തികളായിരിക്കും. എന്താ കാര്യം? സ്വതന്ത്രവും സുതാര്യവുമായ പ്രക്രിയ വേണ്ടുന്ന ഇലക്ഷൻ കമ്മീഷനെ ഒരു നോക്കുകുത്തിയാക്കിയത് ആരാണ്? നിയമ ഭേദഗതിയിലൂടെ. അത് നരേന്ദ്രമോദി ഗവൺമെന്റ്. എന്താണ് ആ നിയമ ഭേദഗതി? അതിപ്പോ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ട് കിടക്കുകയാണ് ഹർജിയായിട്ട് അവിടെ. പിന്നെ കോടതി അതിൽ വിധി പറയേണ്ടി വരും. ഇതുവരെ നിലവിലുണ്ടായിരുന്ന മാനദണ്ഡം എന്തായിരുന്നു? ചീഫ് ഇലക്ഷൻ കമ്മീഷണറെയും ഇലക്ഷൻ കമ്മീഷണർമാരെയും തെരഞ്ഞെടുക്കുന്ന പ്രക്രിയയിൽ സുതാര്യതയ്ക്ക് വേണ്ടി ഭരണഘടന ഉറപ്പുവരുത്തിയത് ഈ തെരഞ്ഞെടുക്കുന്ന സമിതിയിൽ 3 അംഗ സമിതിയിൽ 1 ഇന്ത്യയുടെ പ്രധാനമന്ത്രി, 2 ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ്, 3 ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ ലോക്സഭയിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവ്. ഈ 3 അംഗ സമിതിയാണ് ഇലക്ഷൻ കമ്മീഷണർമാരെ തെരഞ്ഞെടുക്കേണ്ടത് എന്നുള്ള സുതാര്യമായ ഒരു നിയമ സംവിധാനത്തെ നരേന്ദ്രമോദി സർക്കാർ അട്ടിമറിച്ചിട്ട് ഭേദഗതി കൊണ്ടുവന്നു. എന്താ ഭേദഗതി? ആ ഭേദഗതിയിൽ നിന്ന് CJ ഓഫ് ഇന്ത്യയെ എടുത്തു മാറ്റി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് റോളില്ല. അതിന് പകരം നരേന്ദ്രമോദി ഗവൺമെന്റിലെ പ്രധാനമന്ത്രി തീരുമാനിക്കുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി പകരം സമിതിയില്ല. പിന്നെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്. ഇപ്പൊ പ്രതിപക്ഷ നേതാവ് ഇല്ല, കാരണം ലോക്സഭയിൽ കോൺഗ്രസിന് അതിന് പിന്നെ വേണ്ടുന്ന MP മാരില്ലാത്തതുകൊണ്ട് പ്രധാന പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ ലോക്സഭയിലെ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിന്റെ ചൗധരിയെ, ആ നേതാവിനെ സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫലത്തിൽ നിയമനം എങ്ങനെയാണ്? മോദിയുടെ മന്ത്രി, പിന്നെ പേരിന് പ്രതിപക്ഷ നേതാവ് അല്ലെ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവ്, 3 പേരിരിക്കുന്നു. 3-ൽ 2 പേര് അനുകൂലിക്കുന്ന ആ പേരുകൾ സ്വാഭാവികമായിട്ട് രാഷ്ട്രപതി ഒപ്പിടും, നിയമിക്കും. ആരായിട്ട്? ഇലക്ഷൻ കമ്മീഷണർമാരായിട്ട്. ഇതാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിലെ ഇലക്ഷൻ കമ്മീഷനെ എങ്ങനെ വെറും നോക്കുകുത്തിയാക്കി നരേന്ദ്രമോദി ഗവൺമെന്റ് മാറ്റി എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണിത്. ഇവിടെയാണ് അരുൺ ഗോയലിന്റെ രാജിയുടെ ദുരൂഹതകൾ തൂങ്ങിക്കിടക്കുന്നത്. പല കഥകള് പിന്നാമ്പുറത്ത് കേൾക്കുന്നുണ്ട്. അതായത് മുഖ്യനും കൂടെയുള്ളവനും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമാണെന്ന് ഒരു കഥയുണ്ട് പിന്നാമ്പുറത്ത്. അതായത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറും അരുൺ ഗോയലും തമ്മിലുള്ള തർക്കമാണ്, അവരുടെ ഈഗോ പ്രശ്നമാണ് രാജിക്ക് കാരണം, അരുണിന്റെ ഗോയലിന്റെ രാജിക്ക് കാരണം. ഒരു കഥ പിന്നാമ്പുറത്ത് ഇങ്ങനെ ഓടുന്നുണ്ട്. രണ്ടാമത്തെ കഥ, ഇദ്ദേഹം പെട്ടെന്ന് രാജിവെച്ചത്, ഇദ്ദേഹം നരേന്ദ്രമോദിയുടെ അടുത്ത വിശ്വസ്തനാണ്. ആര്? ഈ രാജിവെച്ച അരുൺ ഗോയൽ റിട്ടയർഡ് IAS ഓഫീസറാണ്. അദ്ദേഹം രാജിവെച്ചത് അടുത്ത തിരുവനന്തപുരത്തിൽ BJP കാൻഡിഡേറ്റായിട്ട് മത്സരിക്കാനാണെന്നാണ് മറ്റൊരു പിന്നാമ്പുറ കഥ. ഈ ജനാധിപത്യത്തിലെ ക്രൂര തമാശകൾ എന്നൊക്കെ പറയും. ഇലക്ഷൻ നിഷ്പക്ഷവും സുതാര്യമായി നടത്തേണ്ടുന്ന ഭരണഘടനാ സ്ഥാപനമായ ഇലക്ഷൻ കമ്മീഷൻ, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗമായിരുന്ന ആൾ രാജിവെച്ചിട്ട് BJP സ്ഥാനാർത്ഥി. ജനാധിപത്യത്തെ ഇങ്ങനെ ക്രൂരമായിട്ട് പരിഹസിക്കുക എന്ന് പറയുന്നത് എന്താണ്? അദ്ദേഹം സ്ഥാനാർത്ഥി ആയാൽ ആകുമല്ലോ നമുക്കറിയാം. നമ്മുടെ ജനാധിപത്യം എവിടെ എത്തി? ഇപ്പൊ EVM ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ കാര്യം തന്നെ പല തർക്കങ്ങളും സംശയങ്ങളുമുണ്ട്. ഏതിൽ ഞെക്കിയാലും വോട്ട് മുഴുവൻ താമരയ്ക്കാണ് പല ഇലക്ട്രോണിക് മെഷീനുകളിലും പോകുന്നത് എന്ന് പല ആരോപണങ്ങളും പല തെളിവുകളും വന്നിട്ടുണ്ട്. അമേരിക്കയിൽ പോലും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ഇപ്പോഴും റിട്ടൺ ബാലറ്റ് പേപ്പർ ഉപയോഗിക്കുന്നത്, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അല്ല. ലോകത്ത് പല രാജ്യങ്ങളിലും ഇപ്പോഴും ഉപയോഗിക്കുന്നത് പേപ്പർ ബാലറ്റാണ്. അപ്പൊ ഇവിടെ EVM കൊണ്ടുവന്നിട്ട് നടപ്പാക്കിയ ഈ വന്ന പല റിസൾട്ടുകളിലും പലപ്പോഴും തർക്കങ്ങളും പ്രശ്നങ്ങളും വന്നിട്ടുണ്ട്. EVM ഉണ്ടാക്കുന്ന കമ്പനി ഏതാണ്? ആ കമ്പനിക്ക് ഉപകമ്പനി ഏതാണ്? ഒക്കെ കുറെ ദുരൂഹതകളുണ്ട്, കുറെ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇതൊക്കെ സുപ്രീം കോടതിയിൽ ഈ കേസും കിടപ്പുണ്ട്. EVM വോട്ടിംഗ് മെഷീൻ നിരോധിക്കണം
പേപ്പർ ബാലറ്റിലേക്ക് ഇന്ത്യ തിരിച്ചു പോകണമെന്നൊക്കെ പറയുന്ന ചില ഹർജികൾ സുപ്രീം കോടതിയിൽ കിടപ്പുണ്ട്. അതിലൊന്നും അന്തിമ തീരുമാനമായിട്ടില്ല. തീരുമാനം ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവസ്ഥ. ഇപ്പൊ ഇതാണ്. ഈ ഒരു കമ്മീഷനാണ് നമ്മുടെ അടുത്ത ലോക്സഭ ഇലക്ഷൻ നിഷ്പക്ഷവും സുതാര്യവുമായിട്ട് ഫെയർ ആൻഡ് ഫ്രീ ഇലക്ഷൻസ്, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ ഇലക്ഷൻസ് ഇവിടെ നടത്താൻ പോകുന്നത്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ക്രൂരമായ തമാശ എന്ന് പറയുന്നത്. നമ്മുടെ നരേന്ദ്രമോദി സർക്കാരിന്റെ ഏറ്റവും വലിയ ജനാധിപത്യ സംഭാവനയായിട്ട് നമുക്കിതിനെ എടുക്കുകയും ചെയ്യാം.